നയനെ എങ്ങനെയെങ്കിലും ഓഫീസിൽ നിന്ന് പുറത്താക്കണം എന്നൊരൊറ്റ ചിന്തയായി നടക്കുകയാണ് അനാമികയും വേണുവും. അതിനുവേണ്ടി നല്ലൊരു പ്ലാൻ തന്നെ അനാമികയും വേണുവും കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ വേണു ഇക്കാര്യം അനാമികയുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ വേണു അനാമികയോട് പറയുന്നുണ്ട്, ആ നയനെ എങ്ങനെയെങ്കിലും ഓഫീസിൽ നിന്ന് പുറത്താക്കണം. അതിനെന്തെങ്കിലും ഒരു വഴിയുണ്ടോ മോളെ? അതെങ്ങനെയാണ് അച്ഛൻ നടക്കുക? അവളുടെ അമ്മായിമ്മയുടെ ഒരൊറ്റ തീരുമാനത്തിലാണ് അവളെ ജോലിക്ക് പറഞ്ഞു വിട്ടത്. അതുകൊണ്ട് അവളെ അത്ര എളുപ്പമൊന്നും ഓഫീസിൽ നിന്ന് തട്ടാൻ പറ്റില്ല. മാത്രമല്ല അവൾ നല്ല ഡിസൈനറുമാണ്. പറ്റും മോളെ, എൻ്റെ മോള് വിചാരിച്ചാൽ എന്തായാലും പറ്റും. എന്ത് അച്ഛൻ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? ഈ വീട്ടിലിരിക്കുന്ന ഞാൻ എന്ത് ചെയ്യാനാണ് അച്ഛാ? മോളെ, നീ എന്തായാലും നാളെ ഓഫീസിലേക്ക് പോകണം. എന്നിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും കാര്യമായിട്ട് മോഷ്ടിക്കണം. അങ്ങനെ ആ മോഷണ കുറ്റം ആ നയനിയുടെ പേരിലാകുന്ന വിധത്തിൽ വേണം അത് ചെയ്യാൻ. എങ്ങനെ മോഷ്ടിക്കാനാണ് അച്ഛാ? അവിടെ CCTVയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മോളെ, നീ അവിടെ പോയിട്ട് ആദ്യം CCTVയുടെ കണക്ഷൻ കട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നമ്മളെ കണ്ടെത്താൻ അവർക്ക് കഴിയില്ല. അങ്ങനെയാണെങ്കിൽ എന്തായാലും അവളെ തന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുകയുള്ളൂ. ശരി അച്ഛാ, അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. അവളെ ഓഫീസിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ എന്തായാലും എൻ്റെ മോളെയായിരിക്കും അവരവിടെ ഇരുത്തുന്നത്. അച്ഛാ, അതിനെനിക്ക് ഡിസൈനൊന്നും അറിയില്ലല്ലോ. അവിടെ ഡിസൈൻ ചെയ്യുന്ന ജോലി മാത്രമല്ലല്ലോ, വേറെയുമുണ്ട്. അതിലേതെങ്കിലും ഒന്നിന് മോൾക്ക് ജോലി തരാതിരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് വേണു. അങ്ങനെ അനാമിക ഫോൺ കട്ട് ചെയ്ത് നേരെ ജാനകിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അമ്മേ, എന്തൊരു ജീവിതമാണ് എൻ്റേത്. അനി എന്നെ സ്നേഹിക്കുന്നില്ല, ഒന്നും എന്നെ പുറത്തേക്ക് പോലും കൊണ്ടുപോകുന്നില്ല. മാത്രമല്ല ഓഫീസിലേക്ക് അവൻ എന്നെ ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. മോള് വിഷമിക്കേണ്ട, അനി ഇപ്പോൾ ഓഫീസിലേക്ക് പോയതേ ഉള്ളൂ. മോളെ ഈ അമ്മ കൊണ്ടുപോയി കാണിക്കാം എന്നൊക്കെ ജാനകി പറയുന്നുണ്ട്. അങ്ങനെ ജാനകി മൂർത്തിസ് ജ്വല്ലറിയിലെ എല്ലാ സ്ഥാപനത്തിലും അനാമികയും കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ നയന വർക്ക് ചെയ്യുന്ന ഓഫീസിലും ജാനകി അനാമികയും കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ജാനകിയെ അനാമികയും കണ്ട് ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താ ഇളയമ്മ ഇതുവഴിയൊക്കെ? അവൾക്ക് ഓഫീസെല്ലാം ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അനി ഏതായാലും മോളെ ഇങ്ങോട്ടൊന്നും കൊണ്ടുവന്ന് കാണിക്കുന്നില്ല. അപ്പം ഞാനെങ്കിലും ഒന്ന് കാണിക്കാമെന്ന് കരുതി വന്നതാണ് എന്നൊക്കെ ജാനകി പറയുന്നുണ്ട്. അല്ല, നിന്റെ ഭാര്യ എവിടെയാണ് ഇരിക്കുന്നത്? അവിടെയും കൂടി മോളെ ഒന്ന് കാണിക്കട്ടെ. അതേസമയം അനാമിക അവിടുത്തെ CCTV ക്യാമറയുടെ എല്ലാ കാര്യങ്ങളുമുള്ള റൂം എവിടെയാണെന്ന് നോക്കുകയാണ്. അമ്മേ, എനിക്ക് തലവേദനിക്കുന്നുണ്ട്, ഒന്ന് വാഷ് ചെയ്യണമായിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അനാമിക പോകുന്നുണ്ട്. അങ്ങനെ അനാമിക തന്ത്രപൂർവ്വം അവിടുത്തെ CCTV ക്യാമറയുടെ വയറെല്ലാം കട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ എന്ത് സംഭവിച്ചാലും ആർക്കും കണ്ടെത്താനാകില്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അനാമിക. സമയം ജാനകി അനാമികയുടെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്, എന്താ മോളെ നിനക്കൊരു തലവേദന? എനിക്ക് തീരെ സുഖമില്ല അമ്മേ, ഞാൻ കുറച്ചു നേരം വിശ്രമിക്കട്ടെ. അങ്ങനെ ജാനകി അനാമിക അവിടെ ഫ്രീ ആയിട്ടുള്ള റൂമിൽ പോയി ഇരിക്കുകയാണ്. അങ്ങനെ അവർക്ക് എന്താണ് കുടിക്കാൻ വേണ്ടതെന്ന് ചോദിച്ച് സെക്യൂരിറ്റി വരുന്നുണ്ട്. അവൾക്കൊരു ഓറഞ്ച് ജ്യൂസ് എടുത്തോ? എനിക്കൊന്നും വേണ്ട എന്ന് ജാനകി പറയുന്നുണ്ട്. ചെറിയമ്മ ഇവിടെ ഇരുന്നോ? അനാമിക ചെറിയമ്മ ഇവിടെ എല്ലാം ചുറ്റിക്കറങ്ങിയതിന് ശേഷം നമുക്ക് വൈകുന്നേരം പോകാമെന്ന് നയന പറയുന്നുണ്ട്. എടി, നിന്റെ പദവി കാണാനൊന്നുമല്ല വന്നത്, മോൾക്ക് ഇവിടെയെല്ലാം ചുറ്റിക്കറങ്ങി കാണണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ മോളെയും കൂട്ടി ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ജാനകി പറയുന്നുണ്ട്. അനാമികയുടെ ഈ വരവിൽ എന്തോ ഒരു ഉദ്ദേശമുണ്ടെന്ന് നയനയുടെ മനസ്സ് പറയുന്നുണ്ട്. എന്തായിരിക്കും ഇവൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചിന്തിക്കുകയാണ് നയന. അങ്ങനെ ജാനകി വാഷ് ചെയ്യാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോകുന്നുണ്ട്. ജാനകി പോയ തക്കം നോക്കി അനാമിക ആ റൂമിലെ ഷെൽഫ് തുറന്നപ്പോൾ ഒരുപാട് പണം അവിടെ കാണുന്നുണ്ട്. അങ്ങനെ അനാമിക കുറച്ചധികം പണം എടുത്ത് അവിടെ ഉണ്ടായിരുന്നൊരു ബാഗിലാക്കുന്നുണ്ട്. ഈ പണം എങ്ങനെ ആരും അറിയാതെ കടത്തു എന്നൊക്കെ ചിന്തിക്കുകയാണ് അനാമിക. അങ്ങനെ അനാമിക അത് ബാത്റൂമിൽ ഒളിപ്പിക്കുന്നുണ്ട്. താൻ എവിടെയാണ് ഒളിപ്പിച്ചത് എന്ന കാര്യം വേണുവിനെ വിളിച്ച് കറക്റ്റായിട്ട് തന്നെ അനാമിക പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയെങ്കിൽ ആ പണം അവിടെ നിന്ന് കടത്തണം എന്നൊക്കെ അനാമിക വേണുവിനോട് പറയുന്നുണ്ട്. അതെങ്ങനെ കടത്തി കൊണ്ടുവരാൻ പറ്റും മോളെ? രാത്രിയാണെങ്കിൽ സെക്യൂരിറ്റിയും ഉണ്ടാവും, എന്നെ കൊണ്ട് ഒരിക്കലും അത് മോഷ്ടിച്ച് കൊണ്ടുവരാൻ പറ്റില്ല എന്നൊക്കെ വേണു പറയുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യും അച്ഛാ എന്നൊക്കെ അനാമിക പറയുമ്പോൾ മോൾ ആ പണം കെട്ടിപ്പൊതിഞ്ഞ് ജനൽ വഴി പുറത്തേക്ക് എറിയി. അങ്ങനെ അനാമിക എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ആകെ പകച്ചു നിൽക്കുന്നുണ്ട്. അങ്ങനെ ബാക്ക് ഡോറിലൂടെ അനാമിക പുറത്തേക്ക് ഇറങ്ങി റോഡരികിലുള്ള വേസ്റ്റ് ബാസ്ക്കറ്റിൽ അനാമിക ആ പണം ഒളിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് വേണുവിനെ വിളിച്ച് ആ പണം എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചതെന്ന് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അനാമിക ആരും കാണാതെ ബാക്ക് ഡോറിലൂടെ ഓഫീസിനകത്തേക്ക് കയറുന്നുണ്ട്. അങ്ങനെ ജാനകിയോടായിട്ട് അനാമിക പറയുന്നുണ്ട്, അമ്മേ, നമുക്ക് ഇപ്പോൾ തന്നെ പോയാലോ? മോളെ, നമുക്ക് വൈകിട്ട് പോകാം, ആദർശ് നമ്മളെ ആക്കി തരാം എന്നാണ് പറഞ്ഞത്. എന്തിനാ അമ്മേ, അവളും കൂടെ ഉണ്ടാകില്ലേ? അവളുടെ മുഖം ഇങ്ങനെ കണ്ടുകൊണ്ട് പോകാൻ എനിക്ക് തീരെ താല്പര്യമില്ല എന്നൊക്കെ അനാമിക പറയുന്നുണ്ട്. അങ്ങനെ ആദർശിനാണെങ്കിൽ എന്തൊരു സംശയം തോന്നുകയാണ്. അവൾ എല്ലാ ബ്രാഞ്ചിനും പോയിട്ടുണ്ട്, എന്തെങ്കിലും കള്ളത്തരം ഉണ്ടാകുമോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ആദർശ്. അങ്ങനെ പിറ്റേ ദിവസം ആദർശിനെ ഓഫീസിൽ നിന്ന് മാനേജർ വിളിക്കുന്നുണ്ട്. സാർ അർജന്റായിട്ട് ഇങ്ങോട്ട് വരണം, ഇവിടെ ഷെൽഫിലുണ്ടായിരുന്ന 50 ലക്ഷം രൂപ കാണുന്നില്ല. സാർ പെട്ടെന്ന് ഇവിടെ ഒന്ന് വരണം എന്നൊക്കെ മാനേജർ പറയുന്നുണ്ട്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? 50 ലക്ഷം രൂപ കാണുന്നില്ല എന്നോ? അല്ല, നിങ്ങൾ ക്യാമറ പരിശോധിച്ചില്ലേ? ക്യാമറയൊന്നും വർക്ക് ചെയ്യുന്നില്ല സാർ, ക്യാമറയുടെ കണക്ഷൻ ആരോ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് പണം പോയത്? ഇന്നലെ രാത്രി സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ ആദർശ് ചോദിക്കുന്നുണ്ട്. ഉണ്ടായിരുന്നു സാർ, ഒന്നല്ല 2-3 പേരുണ്ടായിരുന്നു. പക്ഷെ ആരും റൂമിൽ കയറിയതിൻ്റെ ലക്ഷണവും കാണുന്നില്ല.
പിന്നെ എങ്ങനെയാണ് പണം പോയത്? നിങ്ങൾക്കൊരു ഉത്തരവാദിത്വവുമില്ലേ എന്നൊക്കെ ആദർശ് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആദർശ് വേഗം തന്നെ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഷെൽഫിൽ നോക്കുന്ന സമയത്ത് ആരും തന്നെ കുത്തിപ്പൊളിച്ച അടയാളമൊന്നും കാണുന്നില്ല. ആരായിരിക്കും പണം മോഷ്ടിച്ചത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ആദർശ്. അങ്ങനെ വീട്ടിൽ ചെന്ന ആദർശ് ഇക്കാര്യം എല്ലാവരോടും പറയുന്നുണ്ട്. ഓഫീസിൽ ക്ലയന്റിന് കൊടുക്കാനുള്ള 50 ലക്ഷം രൂപ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഓഫീസിൽ ആരും കയറിയതിന്റെ അടയാളമൊന്നും കാണുന്നുമില്ല. CCTV ക്യാമറയാണെങ്കിൽ ആകെ ഡാമേജ് ആക്കിയിരിക്കുന്നു. ആരായിരിക്കും ഈ പണി ചെയ്തത്? രക്തം പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. ആ സമയം മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ കള്ളൻ കപ്പലിനകത്ത് തന്നെയായിരിക്കും. ഇല്ല, അവിടുത്തെ ഓഫീസ് സ്റ്റാഫിനൊക്കെ നിനക്ക് വിശ്വാസമല്ലേ? എനിക്ക് നല്ല വിശ്വാസമുണ്ട് മുത്തശ്ശ. ഇത്രയും കാലം ഒരു പണം പോലും അവിടെ നിന്ന് കളവ് പോയിട്ടില്ല. അവിടെ എനിക്ക് വിശ്വാസമില്ലാത്ത ഒരാൾ പോലും ഇല്ല എന്നൊക്കെ ആദർശ് പറയുകയാണ്. അത് കേട്ട് അനാമിക പറയുന്നുണ്ട്, ഇപ്പോൾ പുതിയൊരാൾ ഓഫീസിൽ വന്നിട്ടുണ്ടല്ലോ, നയന. ഇത്രയും കാലമില്ലാത്ത മോഷണമാണ് ഇപ്പോൾ നടന്നത്. അപ്പോൾ തന്നെ ഊഹിക്കാം ആരായിരിക്കും ഇത് ചെയ്തതെന്ന്. അങ്ങനെ ജനജയും പറയുന്നുണ്ട്, ഇത്രയും കാലം മോഷണം പോയിട്ടില്ലല്ലോ, ഇപ്പോൾ എങ്ങനെയാണ് മോഷണം പോയത്? ആ സമയം ദേവിയാനിയാണെങ്കിൽ എന്ത് പറയണമെന്നറിയാതെ ആകെ നെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. കുറ്റം നയനയുടെ തലയിലാകുമോ? എൻ്റെ നയനമ്മൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. എൻ്റെ ജീവൻ രക്ഷിച്ച നയനമ്മൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ ചിന്തിക്കുകയാണ് ദേവയാനി. ആ സമയം ആദർശനാണെങ്കിൽ വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. ഇങ്ങനെ എന്ത് പ്രശ്നമുണ്ടെങ്കിൽ എന്തിനാ നയനിയുടെ തലയിലിടുന്നത്? നയനിയെ കുറിച്ച് എന്തും പറയാമെന്നൊരു വിചാരമുണ്ടെങ്കിൽ അത് വേണ്ട എന്നൊക്കെ ആദർശ് ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്. അപ്പോൾ നയനയും പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും മോഷ്ടിക്കില്ല. മാത്രമല്ല ഞാൻ വരുന്നത് പോകുന്നതല്ല ആദർശേട്ടൻ്റെ കൂടെയാണ്. എൻ്റെ കയ്യിൽ ബാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിനെന്തിനാണ് കവറും കാര്യങ്ങളൊക്കെ? നിന്റെ വീട്ടുകാരെ വിളിച്ചു വരുത്തി നിനക്കങ്ങ് കൊടുത്താൽ മതിയല്ലോ എന്നൊക്കെ ജാനകി പറയുന്നുണ്ട്. കഷ്ടകാലത്തിന് ഞാനും മോളും ഇന്നലെ അവിടെ വന്നിരുന്നു. കുറച്ചു നേരം അവിടെ ഇരുന്ന് വേഗം തന്നെ തിരികെ പോരുകയും ചെയ്തിട്ടുണ്ട്. അനാമിക മോളുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ കുറ്റി ഞങ്ങളുടെ തലയിടാൻ നോക്കണ്ട എന്ന് ജാനകി പറയുന്നുണ്ട്. മോനെ, എന്താണ് സംഭവിച്ചത്? ഒരു തെറ്റും ചെയ്യാത്ത നയനമ്മളെ പ്രതിയാക്കുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് സത്യങ്ങൾ അറിയണം. ആ സമയം ആദർശ് പറയുന്നുണ്ട്, ഇതെന്തായാലും കണ്ടുപിടിക്കാൻ പറ്റും. ഓഫീസിനകത്തുള്ള CCTV ആണ് ഡാമേജ് ആയത്. പുറത്തും CCTV ക്യാമറയുണ്ട്, അതുവഴി കണ്ടെത്താൻ പറ്റും. ആ പണം ആരാണ് കൊണ്ടുപോയതെങ്കിലും കാണാൻ പറ്റുമല്ലോ എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. എന്നാൽ ആദർശിന്റെ വാക്കുകൾ കേട്ട് അനാമിക ആകെ നെട്ടുന്നുണ്ട്. അയ്യോ, എന്തായാലും ആദർശേട്ടൻ കണ്ടുപിടിക്കും. ഞാൻ പണം കൊണ്ടുവച്ചതും അച്ഛൻ പണം എടുത്തു കൊണ്ടുപോയതും എല്ലാം ആദർശേട്ടൻ കാണും. അവരെല്ലാവരും ഞാനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ചിലജ ഞാനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, എടി നീ ഓഫീസിലേക്ക് പോയത് അവിടുത്തെ പണമെല്ലാം മോഷ്ടിക്കാൻ വേണ്ടിയാണല്ലേ? അങ്ങനെ ജാനകി ഞാനെ പരിഹാസത്തോട് കൂടി നോക്കുന്നുണ്ട്. ആ സമയം ഞാനെയാണെങ്കിൽ ആകെ പൊട്ടിക്കരയുകയാണ്. ആദർശേട്ട, അന്ന് സ്വർണം പോയപ്പോഴും എല്ലാവരും എൻ്റെ തലയിലാക്കി. ഈ പണം മോഷ്ടിച്ചത് ഞാനാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ ഓഫീസിലേക്ക് വരുന്നില്ല. ഇനി ഇതുപോലുള്ള കുറ്റങ്ങൾ കേൾക്കാൻ എനിക്ക് വയ്യ എന്നൊക്കെ ഞാനെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. നീ ഓഫീസിലേക്ക് വരാതിരുന്നാൽ എല്ലാവരും നിന്നെ കൂടുതൽ സംശയിക്കുകയുള്ളൂ. നീ എന്തിനാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്നൊക്കെ ഞാനയുടെ ആദർശ് പറയുന്നുണ്ട്. ആ സമയം ദേവിയാനി അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ, അവൾ നിന്റെ കൂടെ ഓഫീസിലേക്ക് വരുന്നില്ലേ? ഇല്ല അമ്മേ, അവൾ വരുന്നില്ല. എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. എന്തിനാണ് അവൾ വിഷമിക്കുന്നത്? അവൾ എടുത്തിട്ടില്ല എന്ന് പൂർണ്ണ ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് വിഷമിക്കുന്നത്? അവളോട് ഓഫീസിലേക്ക് പോകാൻ പറ. അങ്ങനെ ദേവിയാനിയുടെ നിർബന്ധം കാരണം ഞാൻ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. ആരാണ് മോഷ്ടിച്ചതെന്ന് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്നൊരൊറ്റ തീരുമാനത്തിലാണ് ആദർശ് നിൽക്കുന്നത്. അങ്ങനെ ആദർശ് ഞാനും ചേർന്ന് അവിടുത്തെ വഴിയോരത്തുള്ള ഒരു കടയിൽ ചെന്ന് കടക്കാരോട് സംസാരിച്ച് അവിടുത്തെ CCTV ക്യാമറയെല്ലാം പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ ക്യാമറ നോക്കുന്ന സമയത്ത് ഒരാൾ വന്ന് കാർ നിർത്തി വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് ഒരു ബാഗ് എടുത്ത് കൊണ്ടുപോകുന്നത് CCTVയിലൂടെ ആദർശ് ഞാനെ കാണുന്നുണ്ട്. ആ ആളെ കാണുമ്പോൾ ആദർശ് ഞാനെ ആകെ നെട്ടുന്നുണ്ട്. അത് മറ്റാരുമായിരുന്നില്ല, അനാമികയുടെ അച്ഛൻ വേണുവായിരുന്നു. അങ്ങനെ അതിന് മുൻപുള്ള ദൃശ്യങ്ങൾ അവർ നോക്കുന്നുണ്ട്. ആ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ആ ബാഗ് ആരോ വലിച്ചെറിയുന്നതാണ് കാണുന്നത്. പക്ഷെ കൈകൾ മാത്രമേ കാണുന്നുള്ളൂ. അങ്ങനെ ആദർശ് ഞാനെയും ആ കൈകൾ ഒരു സ്ത്രീയുടേതാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ആ കൈകൾ അനാമികയുടേതാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് ആദർശ് ഞാനെയും. അവൾ ഓഫീസിലേക്ക് വന്നത് പണം മോഷ്ടിക്കാൻ വേണ്ടി മാത്രമാണ്. എന്താ, നമ്മുടെ അനിയുടെ ജീവിതം ആകെ തകർന്നു. ആ CCTV ദൃശ്യങ്ങളെല്ലാം ആദർശ് തൻ്റെ ഫോണിലേക്ക് പകർത്തുന്നുണ്ട്. അങ്ങനെ ആദർശ് ഡാനിയോട് പറയുന്നുണ്ട്, ഈ വീഡിയോസ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാകും. ഈ അവളുടെ ഒരുപാട് കള്ളത്തരങ്ങൾ കണ്ടെത്താനുണ്ട്. അതുവരെ ഇക്കാര്യം ആരോടും പറയണ്ട എന്നൊക്കെ ആദർശ് ഡാനിയോട് പറയുകയാണ്. അങ്ങനെ ആദർശ് മുത്തശ്ശനെ വിളിച്ച് പറയുന്നുണ്ട്, മുത്തശ്ശ, ഈ പണം ഇവിടെ തന്നെ ഉണ്ട്. മാനേജർക്ക് വെച്ച സ്ഥലം മാറിപ്പോയതാണ്. അങ്ങനെ മുത്തശ്ശൻ പറയുകയാണ്, എല്ലാവരും നയനമോളെയാണ് കുറ്റപ്പെടുത്തിയത്. ആ മാനേജറുടെ അശ്രദ്ധ മൂലം നയനമോൾക്ക് എത്രമാത്രം വിഷമം അനുഭവിച്ചു. എല്ലാവരും നയനമോളെ ഇങ്ങനെ കുറ്റപ്പെടുത്തി. ഒരാളെ ഇങ്ങനെ വെറുതെ കുറ്റപ്പെടുത്തുമ്പോൾ നന്നായിട്ട് ആലോചിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശൻ. അങ്ങനെ അനാമികയെ കാണാൻ വേണ്ടി പോവുകയാണ് നയന. എന്നിട്ട് ദേഷ്യത്തോടു കൂടി നയന പറയുന്നുണ്ട്, എടി അനാമികയെ, നീ നിന്റെ അച്ഛനുമാണ് ആ പണം മോഷ്ടിച്ചതെന്ന് ഞങ്ങൾക്കറിയാം. അതിനുള്ള എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. അടുത്ത കടയിലെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാം മനസ്സിലാക്കി. നയന പറഞ്ഞത് കേട്ട് ആകെ നെട്ടിത്തെറിക്കുകയാണ് അനാമിക.
ഇനി നിനക്കെതിരെ ഒരുപാട് തെളിവുകൾ കിട്ടാനുണ്ട്. അതും കൂടി കിട്ടിയിട്ട് വേണം നിന്നെ തെളിവ് സഹിതം പോലീസിനെ ഏൽപ്പിക്കാൻ എന്നൊക്കെ പറയുകയാണ് നയന. നീ എന്നെ എല്ലാവരുടെ മുന്നിൽ വെച്ച് പ്രതിയാക്കാൻ നോക്കി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം സഹിക്കാനാകാതെ നയന അനാമികയെ ആഞ്ഞടിക്കുന്നുണ്ട്. അങ്ങനെ ആദർശ് അനാമികയോട് പറയുന്നുണ്ട്, എടി നിന്റെ എല്ലാ കള്ളത്തരങ്ങളും ഞങ്ങൾ കണ്ടെത്തി. അങ്ങനെ CCTV ദൃശ്യങ്ങളെല്ലാം ആദർശ് അനാമികയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എടി ഇപ്പോൾ തന്നെ നിന്റെ അച്ഛനോട് ആ പണമെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ, അല്ലെങ്കിൽ ഞാൻ നിന്നെ ഇപ്പോൾ തന്നെ പോലീസിൽ ഏൽപ്പിക്കും എന്നൊക്കെ അനാമികയോട് പറയുകയാണ്. അങ്ങനെ അനാമിക അച്ഛനെ വിളിക്കുന്നുണ്ട്. അച്ഛാ, ആ പണം എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം. നമ്മളാണ് പണം മോഷ്ടിച്ചത് എന്ന കാര്യം ഇവിടെ എല്ലാവരും അറിഞ്ഞു.